നമസ്കാരം. അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ലൈംഗികത വലിയൊരു പാപമായി ഒരുപക്ഷെ കണക്കാക്കപ്പെടുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങളിൽ ഇളവ് നൽകിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. എന്നാൽ അവിടെയും ഇപ്പോൾ ഉയർന്നു വരുന്നത് മറ്റൊരു വിചിത്രമായ ഒരു വിവാദമാണ്. സമൂഹമാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതിപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത് എങ്കിലും ഇതിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇപ്പോഴാണ്. ഇത്തരം സന്ദർഭത്തിലാണ് ഈ ഒരു സംഭവം വീണ്ടും വിവാദമാകുന്നത്. 2 വർഷം മുമ്പ് അമേരിക്കയിലെ വളരെ പ്രമുഖമായ ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥ സുപ്രധാന മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ തനിക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ സമയമായി എന്ന് പറഞ്ഞ് ആ യോഗം അലങ്കോലപ്പെടുത്തി എന്നായിരുന്നു പരാതി. ചിക്കാഗോ ഹൗസിംഗ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥയായ ഫ്രാൻസിങ് വാഷിങ്ടണാണ് സഹപ്രവർത്തകരെ ഇക്കാര്യം പറഞ്ഞ് അമ്പരപ്പിച്ചത്. എന്നാൽ ഇതിൻ്റെ പേരിൽ പിന്നീട് ഫ്രാൻസിൻ്റെ പേരിൽ പരാതി പോവുകയായിരുന്നു. തുടർന്ന് ഈ സ്ഥാപനത്തിലെ അധികൃതർ തന്നെ അന്വേഷണത്തിനായി ഉത്തരവിടുകയായിരുന്നു. എന്നാൽ ഫ്രാൻസിന് പറയുന്നതാകട്ടെ താൻ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ സ്ഥാപനത്തിൻ്റെ തന്നെ അഭിഭാഷകൻ്റെ സംസാരം കേട്ട് ക്ഷമ കെട്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ്. ഈ അഭിഭാഷകൻ തങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു യൂണിയൻ നേതാവിനെക്കുറിച്ച് വളരെ മോശമായ ഭാഷയിൽ നിരന്തരമായി സംസാരിക്കുകയായിരുന്നുവെന്നും ഇയാളുടെ സംസാരം തീരെ ഇഷ്ടപ്പെടാവുന്ന സാഹചര്യത്തിലാണ് തനിക്ക് വീട്ടിൽ പോയി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ദേഷ്യത്തിൽ പറഞ്ഞത് എന്നുമാണ് ഇവർ പറയുന്നത്. മാത്രമല്ല അവർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതേ സ്ഥാപനത്തിൽ തന്നെ ഒരു HR മാനേജരാണ് ഈ സംഭവമെല്ലാം പുറത്ത് എത്തിച്ചത് എന്നും ഇയാളാണ് ഇത് പരാതി നൽകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുമാണ്. ഇവർ തമ്മിൽ നേരത്തെ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കമ്മീഷണർ പദവിയിലിരിക്കുന്ന ഫ്രാൻസിൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇയാൾ ഉത്തരം നൽകാനും വിസമ്മതിക്കുകയായിരുന്നു. അങ്ങനെയും ചില പ്രശ്നങ്ങൾ അവിടെ അവശേഷിച്ചിരുന്നു എന്നും ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരാതിയുമായി ഇയാൾ അധികൃതരെ സമീപിച്ചത് എന്നുമാണ് പറയപ്പെടുന്നത്. എന്നാൽ ചിക്കാഗോ ഹൗസിംഗ് അതോറിറ്റിയുടെ ചെയർമാൻ പറയുന്നത് ഈ സംഭവം നടന്നതിന് ശേഷം ഫ്രാൻസിൻ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും ഇനി ഇത്തരത്തിലുള്ള സംസാരം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞുവെന്നുമാണ്. എന്നാൽ ഫ്രാൻസിൻ ഇപ്പോൾ പറയുന്നത് താൻ ചെയർമാനെ കണ്ട് സംസാരിച്ച കാര്യം ഓർമ്മയുണ്ട് എങ്കിലും ഇങ്ങനെ താൻ പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല എന്നാണ്. എന്നാൽ ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ഫ്രാൻസിൻ്റെ പേരൊരിടത്തും പരാമർശിച്ചിട്ടുള്ള ഒരു ജീവനക്കാരി എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ അന്ന് നടന്ന ഈ സംഭവത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നതുമില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. എന്നാൽ ഫ്രാൻസിനാകട്ടെ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ തന്നെയാണ് ഇതിൽ പരാമർശിക്കപ്പെടുന്ന സ്ത്രീ എന്നാണ്. അത്രയും ധൈര്യത്തോടു കൂടി തന്നെയാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. താൻ ഉള്ള കാര്യമാണ് പറഞ്ഞത് എന്നും എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറയുന്ന ശീലം തനിക്കില്ല എന്നുമാണ് അവർ പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ താൻ തൻ്റെ ജോലി എല്ലാ കാലത്തും വളരെ കൃത്യമായി തന്നെ ചെയ്തിരുന്നുവെന്നും പറഞ്ഞ കാര്യം മാറ്റി പറയുന്ന ശീലം തനിക്ക് ഇല്ല എന്നുമാണ് ഫ്രാൻസിൻ്റെ നിലപാട്. എന്നാൽ ചിക്കാഗോ ഹൗസിംഗ് അതോറിറ്റി ഇപ്പോൾ അവരുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ജീവനക്കാരുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവി ഇരിക്കുന്ന ആളുടെയൊക്കെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരിക്കലും സ്ഥാപനം ഇടപെടുകയില്ല എന്നാണ്. എന്നാൽ ഓഫീസിനുള്ളിൽ വെച്ച് മോശമായ പെരുമാറ്റം ഉണ്ടായതായി റിപ്പോർട്ട് ലഭിച്ചാൽ അതിന്മേൽ ഗൗരവതരമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ്. ഏതായാലും സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു, റിപ്പോർട്ടും പുറത്തു വന്നു. എങ്കിലും അവരുടെ പേര് നടപടിയെടുക്കാനുള്ള സാധ്യത കുറവാണ്. അമേരിക്ക പോലെയുള്ള കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കുന്ന രാജ്യത്ത് ഇത്തരത്തിലുള്ള വലിയ നിബന്ധനകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോഴത്തെ ദേഷ്യത്തിനാണ് താനിത് പറഞ്ഞത് എന്ന ഫ്രാൻസിൻ്റെ ആ വാക്കുകൾ മാത്രം മതി തൽക്കാലത്തേക്ക് ഈ പ്രശ്നമൊന്ന് പരിഹരിച്ച് കിട്ടാൻ.